താങ്കൾ പറഞ്ഞ സുപ്രധാനമായ ഒരു സാമൂഹിക സംബന്ധിയായ നേട്ടം കൂടി താങ്കൾ സമ്പാദിച്ച ഈ വിധിക്കുണ്ടാകുന്നു എന്നുള്ളത് ഒന്ന്. രണ്ട്, താങ്കൾ സമർപ്പിച്ചത് വ്യാജരേഖയാണ് എന്നതടക്കം പ്രചരിപ്പിച്ച മാധ്യമങ്ങൾക്ക് കൂടിയുള്ള ഒരു തിരിച്ചടിയാണിത്. തീർച്ചയായിട്ടും മാധ്യമങ്ങൾ ഇങ്ങനെയുള്ള വിഷയം വന്നപ്പോൾ ഒറ്റ കാര്യം മാത്രം, ഞാനൊരു ഇടതുപക്ഷത്തിന്റെ MLA എന്നുള്ള നിലയ്ക്ക് എനിക്കെതിരെ ഇങ്ങനെ മതം മാറി തെറ്റായിട്ടാണ് ഒരു സർട്ടിഫിക്കറ്റ് സമ്പാദിച്ച് ഇവിടെ മത്സരിച്ച് എന്നുള്ള നിലയ്ക്കാണ് ചർച്ചകളെല്ലാം കൊണ്ടുവന്നത്. പക്ഷെ അതിനേക്കാൾ പ്രാധാന്യമായിരുന്നു 1950 പ്രസിഡൻഷ്യൽ ഉത്തരവ് അനുസരിച്ചുള്ള കാര്യങ്ങൾ. അവരാണ് കോടതിയിലേക്ക് ഈ വിഷയം കൊണ്ടുവന്നത്. ഇങ്ങനെ കൊണ്ടുവന്നതിന്റെ ഭാഗമായി അവർ പറഞ്ഞ പോലെ ഹൈക്കോടതി ഒരു വിധി കൊണ്ടുവന്നു. വിധി പുറത്തു വന്നതിന് ശേഷം ഏകദേശം 2 വർഷത്തോളമായി ഉടുമ്പൻചോലയിലും പീരിമേഡിലും അതുപോലെ ദേവിപുരത്ത് താമസിക്കുന്ന തോട്ടമേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി ഹൈക്കോടതി വിധി. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് വിധിയിനേക്കാൾ പ്രാധാന്യമായിട്ടാണ് ഈ ജനങ്ങളുടെ അവകാശം നിലനിർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. സുപ്രീം കോടതിയിൽ നമ്മൾ ഉന്നയിച്ച വാദങ്ങൾ എല്ലാം ഇന്ന് അംഗീകരിച്ചിരിക്കുകയാണ്. ഹൈക്കോടതി വിധിയിൽ പിഴവുണ്ടെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. അതെ, അത് യഥാർത്ഥത്തിൽ നിയമപരമായ വിജയം, ധാർമ്മികമായ വിജയം, രാഷ്ട്രീയമായ വിജയം, ഒപ്പം ഈ ഇത്യാദി സംഭവങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന മുഴുവൻ സാമൂഹിക പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം എന്ന അർത്ഥത്തിൽ കൂടി ഈ വിധിയെ കാണണം, അല്ലേ ശ്രീ എ രാജ? തീർച്ചയായിട്ടും ഈ ജനവിഭാഗങ്ങളുടെ അവരുടെ ഒരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ വിജയം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്ത ഒത്തിരിയേറെ ആളുകളുണ്ട് കേരളത്തിൽ. ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഞാനന്ന് നിയമസഭയിൽ പങ്കെടുക്കുന്ന ദിവസമാണ് ഇങ്ങനെ വിധി വരുന്ന ദിവസം പോലും എന്തായാലും വിധി എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്യാണ്ട് ഫർദർ ഹിയറിംഗ് പോസ്റ്റ് ചെയ്തിട്ട് അന്നാണ് വിധി പറഞ്ഞത്. അപ്പോ ഇങ്ങനെ അയോഗ്യനാക്കപ്പെടുന്നു, മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മുഖ്യമന്ത്രി അത്രത്തോളം ധൈര്യമാണ് തന്നത്. ഇങ്ങനെ ഇത്ര ആളുകളെ ബാധിക്കുന്ന ഒരു വിധി വന്നപ്പോൾ സുപ്രീം കോടതിയിൽ പോകണം. ഗോവിന്ദ് മാഷ്, അതുപോലെ ജയചന്ദ്രൻ സഖാവ്, എക്കബാലൻ സഖാവ്, അതുപോലെ എന്റെ ഇടുക്കി ജില്ലയിലെ പാർട്ടി വർഗീസ് സഖാവും KVS ഇങ്ങനെയുള്ള ആളുകളെല്ലാം മണിയാശാൻ എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയിലെ കുറെ ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയം ഇങ്ങനെ ഉയർന്നു വന്നപ്പോൾ അതിനെതിരെ ശക്തമായി സുപ്രീം കോടതിയിൽ കേസ് നടത്തണം എന്ന് തീരുമാനിച്ച് അതോടൊപ്പം ഇന്ന് വിജയം സംഭവിച്ചിരിക്കുകയാണ്. ഈ വിജയ പോരാട്ടങ്ങൾക്ക് മുഖ്യമന്ത്രി നേതാക്കൾ നൽകിയ ഒരു കരുത്താണ് താങ്കൾക്ക് ഊർജമായതല്ലേ? ആ നിലയിൽ ഒരു അയോഗ്യനാക്കപ്പെട്ട് പെട്ടെന്ന് ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് സുപ്രീം കോടതിയിൽ പോകും, സുപ്രീം കോടതി കാര്യങ്ങളൊക്കെ പറയാം. തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകും. എന്തായാലും തന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ചെറുതല്ല. ഈ ഡി കുമാറിനെ മുൻനിർത്തി UDFും കോൺഗ്രസും കളിച്ച കളികൾ ആണ് ഒടുവിൽ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. UDFിനോട് കോൺഗ്രസിനോട് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് കോൺഗ്രസ് ഇടുക്കി ജില്ലയിലെ അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് കേരളത്തിൽ താമസിക്കുന്ന ജനങ്ങളോട് മാപ്പ് പറയേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ അവരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി 1950 എന്ന് പറയുന്ന ഒരു വിഷയം കോടതിക്കകത്ത് കൊണ്ടുവന്നത് അവരാണ്. അവർ കൊണ്ടുവന്ന് ആ വിഷയങ്ങളൊക്കെ വിട്ടിട്ട് ഇങ്ങനെ അദ്ദേഹം മതം മാറിയത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ആനുകൂല്യം ലഭിക്കാൻ പാടില്ല എന്നുള്ള മാത്രമേ പ്രചരിപ്പിച്ചത്. പക്ഷെ അതിനേക്കാൾ പ്രാധാന്യം അവരെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്ന കുറെ ആളുകളുണ്ട്, തോട്ടം മേഖലയിൽ അടക്കമുള്ള ആളുകളെ. പക്ഷെ അവർക്ക് എതിരായിട്ടാണ് ഒരു വിധി ഹൈക്കോടതിയിൽ നിന്ന് കോൺഗ്രസിന്റെ നേതാവും കോൺഗ്രസും സമ്പാദിച്ചിട്ടുള്ളത്. ഇന്ന് അതിനെതിരെയാണ് നമ്മൾ സുപ്രീം കോടതിയിൽ നിന്ന് വിജയം നേടിയിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് അവരോട് മാപ്പ് പറയണം, അല്ലേ? തീർച്ചയായിട്ടും മാപ്പ് പറയേണ്ടത്. തീർച്ചയായും നിരവധി പ്രസക്തമായ വശങ്ങളുള്ള ഒരു വിധി കൂടിയാണ് എ രാജ MLA ആയി തുടരുമ്പോൾ സുപ്രീം കോടതിയുടെ വിധി, ഹൈക്കോടതിയുടെ വിധി റദ്ദാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വിധി നിരീക്ഷിക്കപ്പെടുന്നത്. എ രാജയും സൂചിപ്പിക്കുന്നതാണ് ഇത്യാദി കാര്യങ്ങളെ മുൻനിർത്തി ഈ UDFും കോൺഗ്രസും നടത്തിയ ഈ ശ്രമങ്ങൾക്ക് ആ ജനതയോട് മാപ്പ് പറയണം, അല്ലെങ്കിൽ ഒരു ജനതയോട് തന്നെ മാപ്പ് പറയണമെന്നാണ് എ രാജ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിധിയിൽ സന്തോഷമെന്നും അദ്ദേഹം പറയുന്നു.